വളരെ പ്രൊഫഷണലായി ഈ ഇലക്ഷൻ സൈബർ മീഡിയയിലും സൈബർ സ്പേസിലും മാനേജ് ചെയ്യുന്നതിൽ CPM-ന് പരാജയം സംഭവിച്ചു എന്ത് തോന്നുന്നു? CPM-ന് പരാജയം സംഭവിച്ചു എന്നുള്ളതല്ല, ഞാനത് എഴുതിയിട്ടുണ്ട്. ആ കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം അപ്ഡേറ്റഡ് അല്ല എന്ന് കൃത്യമായൊരു നിരീക്ഷണവും വിമർശനവും ഉള്ള ഒരാളാണ് ഞാൻ. കാരണം സൈബർ സ്പേസ് എന്നുള്ളത് ഫേസ്ബുക്ക് ആയിരുന്നാലും ട്വിറ്റർ ആയിരുന്നാലും വാട്സപ്പ് ഗ്രൂപ്പുകളായിരുന്നാലും നമ്മൾ കരുതുന്ന പോലെ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ വിഭാഗം CPM അല്ല. അത് സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരിക അതിനെ പ്രതിയോഗിക്കുന്നു എന്ന് പറയുന്ന മറ്റ് വർഗീയ കക്ഷികളുടെ ടീമുകളുടെ പേജുകളും ക്യാമ്പയിനുമാണ്. മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ മാത്രമേ CPM വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, അതെങ്ങനെ ആളുകൾ എടുക്കുന്നു എന്നുള്ള കാര്യം. കമ്മ്യൂണിക്കേഷൻ തിയറിയിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ CPIM എന്നുള്ള പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഒരു പടി ഒന്നോ രണ്ടോ സ്റ്റെപ്പ് പിറകിലാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായൊരു വാസ്തവമാണ്. അതായത് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ VD സതീശൻ്റെ നിലപാടുകളോടൊക്കെ പലപ്പോഴും ബഹുമാനത്തോടെ വിയോജിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. KSUവിൻ്റെ ക്യാമ്പിൽ ഭയങ്കരമായൊരു തല്ലുണ്ടാവുന്നു, മദ്യപിച്ചിട്ടാണ് എന്ന് വാർത്ത വരുന്നു. KSUവിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നു എല്ലാവരും കള്ളുകൂടുന്നു. ഓട്ടെ, VD സതീശനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അത് എന്ത് ലൈറ്റായിട്ടാണ് അത് എടുത്തതെന്ന് പറയാം. അത് കുട്ടികളുടെ കളിയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര സ്ട്രാറ്റജിക്കായ റെസ്പോൺസാണത്, ഭയങ്കര സ്ട്രാറ്റജിക്കായ റെസ്പോൺസാണ്. ഇതേ സിറ്റുവേഷൻ ഏതെങ്കിലും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ ആയിരുന്നുവെങ്കിൽ മീഡിയ അതെങ്ങനെ ആഘോഷിക്കുമെന്നുള്ള ഒരു കാര്യം പാർട്ടിയുടെ ആളുകൾ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. കാരണം മീഡിയ മാനേജ്മെന്റ് എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷം ഈ കാലത്ത് പ്രത്യേകിച്ചും കുറച്ചുകൂടെ കോൺഷ്യസ് ആവേണ്ടതുണ്ട്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവേണ്ടതുണ്ട്, അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ രാജു പി നായർ പറയുന്നത് പോലെ ഏറ്റവും സുശക്തമായ PR ടീമുള്ളതാണ് CPM ഇടതുപക്ഷം ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല, അറിയിക്കുന്നില്ല. എന്താ വെച്ചാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്രയും ഫോൾസ് ന്യൂസ് കേരളത്തിൽ ഇങ്ങനെ പടരില്ല എന്നുള്ളതാണ്. പലപ്പോഴും വളരെ ആക്സിഡൻ്റലായിട്ട് കണ്ടുപിടിച്ചു പോകുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പൊളിഞ്ഞ് വരുന്നത്. പിന്നെ വിലക്കെടുക്കുക എന്നുള്ളത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. വർത്തമാനം പറയുന്ന ഏതൊരാളെയും അയാളുടെ വർത്തമാനത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ PR ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു PR വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഞാൻ ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് പ്യുവർലി ഫോർ ബിസിനസ്. ഒരു പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അതെൻ്റെ മേഖലയുമല്ല. സംസാരിക്കുന്നത് വളരെ പൊളിറ്റിക്കലായ ബോധ്യത്തിൻ്റെ പേരിലാണ്. പക്ഷേ എന്നെപ്പറ്റി ഇപ്പോൾ രാജു പി നായർ അല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയുന്നത് പെയ്ഡ് PR വർക്ക് എന്നാണ് പറയുന്നത്. അത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ MV ജയരാജൻ പറഞ്ഞ കാര്യം അതല്ല. പല പേജുകളും പർച്ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അഥവാ പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പാർട്ടി അനുഭാവികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അവെയർ ആവേണ്ടതുണ്ട്. ഇപ്പോഴെങ്കിലും പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയെ തിരിച്ചറിയുകയും പറയുകയും ചെയ്തത് നല്ല കാര്യമാണ്. പുതിയ കാലമാണ്, പുതിയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നല്ലതാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതുമുണ്ട്. ആ കാര്യത്തിൽ ഇടതുപക്ഷം കൃത്യമായ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്, അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ട്. അതിലേക്ക് പോകാൻ ഈ ചർച്ച ഉപകാരമായാൽ അത് പോരാളി ഷാജിയുടെ പേരിലായിരുന്നാലും സഖാവ് MV ജയരാജൻ്റെ പേരിലായിരുന്നാലും രാഹുൽ പറഞ്ഞതുപോലെ അത് പോസിറ്റീവായ കാര്യമാണ്. പരിഹാസവും വിമർശനവും ഒക്കെയാണ്, പക്ഷേ അത് അതിരുവിടരുത്. രാജു പി നായർ പറഞ്ഞൊരു ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചെയ്ത ഏറ്റവും വലിയ അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ആ ഉസ്മാൻ വീഡിയോ എന്നുള്ളത്. നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ വാസ്തവം എന്നുള്ളത്. മീഡിയ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ പ്ലാൻ ചെയ്ത കുക്കപ്പ് ചെയ്ത ഒരു പെയ്ഡ് സ്റ്റോറി ആയിരുന്നു അത്. ബാക്കി നേതാക്കന്മാരെല്ലാം ചെസ് കളിക്കുന്നു, രമേശ് ചെന്നിത്തല മാത്രം രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ആകുലതയോടെ ഇരിക്കുന്നു. പക്ഷേ അത് പൊളിഞ്ഞുപോയി. കാരണം ഫോൺ ചെയ്യുന്നതിൽ അപ്പുറത്ത് ആളുണ്ട് എന്ന് തോന്നിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അത് പൊളിച്ചടക്കിയത് റിയാസ് സിഗൽ എന്ന് പറഞ്ഞ സൗദിയിൽ ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ട്വിറ്ററിൽ എഴുതുന്ന ഒരു ചെറിയ ഒരു കൊടുങ്ങല്ലൂരുകാരനാണ്. നിങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നം അങ്ങനെ പല ആളുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് UDF-ന് വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ലെഫ്റ്റിന് വേണ്ടി എഴുതുന്ന എല്ലാവരും പറയുന്ന, ഞാനടക്കം ഉള്ള ആളുകൾ പറയുന്ന എല്ലാ വാക്കുകളും നല്ലതാണെന്നോ എല്ലാം പെർഫെക്റ്റ് ആണെന്നോ നല്ല കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഇനി പിറകോട്ട് പോകുക എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇടതുപക്ഷം അതും കൂടി ചെയ്യേണ്ടതുണ്ട്, ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.